വ്യത്യസ്ത തരത്തിലുള്ള ബജി നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ ഈ ഒരു മിക്സ് വീട്ടിൽ തയ്യാറാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 2 പിഞ്ച് സോഡാപ്പൊടി. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് മിക്സ് എടുത്ത് നമുക്ക് ബജി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുളക് ബജിയാണ് കാണിക്കുന്നത്. മുളക് ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുളക് അല്പം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 1.5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് ഇട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് അല്പം മാവ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിൽ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച മുളക് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കീറിയെടുത്ത് ഇതിനകത്തുള്ള മുളകിൻ്റെ വിത്തുകളെല്ലാം ഒന്ന് അടർത്തിയെടുക്കാം. മുളക് ബജി തയ്യാറാക്കുന്ന സമയത്ത് മാവ് അല്പം ഉപയോഗിച്ചാൽ മതി. ഈ ഒരു ടിപ്പാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതാ ഗ്ലാസ്സിലേക്ക് അല്പം മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ മുളകും ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഏത് ബജി വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുളക് ബജി തയ്യാറാക്കുന്നുണ്ട്, അതുപോലെ തന്നെ പനിക്കൂർക്കയിൽ വെച്ചിട്ടും ബജി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. പനിക്കൂർക്കയിൽ വെച്ചിട്ട് ബജി തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഈ ഒരു മിക്സ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക് യു.